പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന അതിശക്തമായ ആക്രമണങ്ങളെ അതിജീവിച്ച് ഇറാൻ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഒരു പ്രത്യേക സൈനിക തന്ത്രത്തിന്റെ കരുത്തിലാണ്. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയും ഉന്നത സൈനിക നേതൃത്വവും ഇല്ലാതായിട്ടും ഇറാൻ പതറാതെ തിരിച്ചടിക്കുകയാണ്. ലോകത്തെ അതിശയിപ്പിക്കുന്ന ഇറാന്റെ സൈനിക പ്രതിരോധത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് എല്ലാവരും തിരയുന്നുണ്ട്. ഇറാന്റെ സൈനിക നേതൃത്വം തകർന്നാലും രാജ്യം പോരാട്ടം തുടരുമെന്ന് ഉറപ്പാക്കുന്ന ഈ സംവിധാനത്തിന് പിന്നിൽ മേജർ ജനറൽ മുഹമ്മദ് അലി ജഫാരി എന്ന സൈനിക തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ മൊസൈക് ഡിഫൻസ് എന്ന സംവിധാനവും. ആരാണ് അലി ജഫാരി? എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന മൊസൈക് ഡിഫൻസ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആധുനിക സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയെ പോലുള്ള ശത്രുക്കളെ നേരിടാൻ ജഫാരി രൂപപ്പെടുത്തിയ വികേന്ദ്രീകൃത പ്രതിരോധ തന്ത്രമാണ് മൊസൈക് ഡിഫൻസ്. അദ്ദേഹത്തിന്റെ 20 വർഷത്തോളം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും സ്വാധീനമുള്ള സൈനിക നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് അലി ജഫാരി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു. 1980-88 ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ജഫാരി മുൻനിര പോരാളിയായിരുന്നു. തുടർന്ന് സൈന്യത്തിന്റെ വിവിധ തട്ടുകളിലൂടെ ഉയർന്നു വന്നു. 2007 മുതൽ 2019 വരെ അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. 2005 IRGCയുടെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ ഡയറക്ടർ ആയിരിക്കെയാണ് അദ്ദേഹം മൊസൈക് ഡിഫൻസ് വികസിപ്പിച്ചത്. 2003 ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട ജഫാരി അമേരിക്കയുടെ യുദ്ധരീതികളും വളരെ കൃത്യമായി തന്നെ പഠിച്ചു. ഇറാഖ് ആക്രമണം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി: കേന്ദ്രീകൃത നേതൃത്വം തകർന്നാൽ മുഴുവൻ സൈന്യവും തകരും. അതിനെതിരെ ഒരു പ്രതിരോധം വേണം. തലയറുത്താലും ഉടൽ വീഴാത്ത പോലെ ഒന്ന്. 2003 അമേരിക്ക ഇറാഖ് ആക്രമിച്ചപ്പോൾ സദ്ദാം ഹുസൈന്റെ സൈന്യം പെട്ടെന്ന് തകരാൻ കാരണം അതിന്റെ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനമാണെന്ന് ജഫാരി നിരീക്ഷിച്ചു. നേതൃത്വം തകർന്നതോടെ ഇറാഖ് സൈന്യത്തിന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുണ്ടായി. ഇത് ഇറാനിൽ സംഭവിക്കാതിരിക്കാനാണ് രാജ്യത്തിന്റെ ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടാലും തിരിച്ചടി നൽകാൻ ശേഷിയുള്ള വികേന്ദ്രീകൃതമായ മൊസൈക് ഡിഫൻസ് എന്ന സൈനിക സംവിധാനം ജഫാരി വികസിപ്പിച്ചെടുക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു മൊസൈക് പാറ്റേൺ. 2007 IRGCയുടെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായ അദ്ദേഹം തന്റെ കാലാവധിയിൽ മൊസൈക് ഡിഫൻസ് സിദ്ധാന്തം പൂർണ്ണമായി നടപ്പിലാക്കി. IRGCയെയും ബസേഴ്സ് സൈനിക വിഭാഗത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് അസിമെട്രിക് യുദ്ധമുറകൾ ശക്തിപ്പെടുത്തി. ഇറാന്റെ സൈന്യത്തെ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണത്തിന് കീഴിലാക്കുന്നതിനു പകരം 31 പ്രവിശ്യ കമാൻഡുകളായി വിഭജിക്കുകയാണ് ജഫാരി ആദ്യം ചെയ്തത്. ഓരോ പ്രവിശ്യയും ഒരു സ്വതന്ത്ര യൂണിറ്റായി പ്രവർത്തിക്കുന്ന തരത്തിലായിരുന്നു വിഭജനം. ഓരോ കമാൻഡിനും സ്വന്തമായ ആസ്ഥാനം, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾ, ബസീർ സൈനിക വിഭാഗങ്ങൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കമുള്ളവ ഉണ്ടായിരിക്കും. തെഹ്റാനിലെ കേന്ദ്ര നേതൃത്വം തകർന്നാലും അല്ലെങ്കിൽ ആശയവിനിമയം തടസ്സപ്പെട്ടാലും ഓരോ പ്രവിശ്യയിലെയും കമാൻഡർമാർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനും ആക്രമണം തുടരാനും അധികാരം നൽകിയിട്ടുണ്ട്. മൊസൈക് ഡിഫൻസ് തന്ത്രത്തിൽ ബസീർ സൈനിക വിഭാഗത്തിന് നിർണായകമായ പങ്കാണുള്ളത്. ഓരോ പ്രവിശ്യ കമാൻഡിനും കീഴിലും ബസീർ യൂണിറ്റുകളെ വിന്യസിച്ചിട്ടുണ്ട്. പണ്ട് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ശത്രുക്കളെ നേരിടാൻ ഹ്യൂമൻ വേവ് രീതി ഉപയോഗിച്ചിരുന്ന ബസീർ സേനയെ ഇന്ന് പ്രധാനമായും ആഭ്യന്തര സുരക്ഷയ്ക്കും അതുപോലെ നേരിട്ടുള്ള യുദ്ധത്തിനു പകരം പരോക്ഷമായ ഗറില്ല യുദ്ധമുറകൾക്കുമാണ് ഉപയോഗിക്കുന്നത്. മിസൈലുകൾ, ഡ്രോണുകൾ, ഗറില്ല യുദ്ധമുറകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണ രീതിയാണ് ബസീർ സേന നടത്തുന്ന അസിമെട്രിക് യുദ്ധമുറകൾ. ശത്രുവിന്റെ വലിയ ആയുധബലത്തെ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് നേരിടുകയാണ് ലക്ഷ്യം. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജഫാരി തന്റെ തന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ മലനിരകളും മരുഭൂമികളും ശത്രു സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകുന്ന രീതിയിലാണ് ഈ പ്രതിരോധം ഒരുക്കിയിരിക്കുന്നത്. ദീർഘകാലം ഒളിപ്പോര് നടത്തി ശത്രുവിനെ തളർത്താൻ ഇതുവഴി സാധിക്കും. ചുരുക്കത്തിൽ ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നത് ഒരു തേനീച്ചക്കൂടിന് നേരെ കല്ലെറിയുന്നത് പോലെയാകും. ആക്രമിച്ചാൽ എല്ലാ വശത്തു നിന്നും ഒരേ സമയത്തായിരിക്കും തിരിച്ചടി കിട്ടുക. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും രാജ്യം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നത് മൊസൈക് ഡിഫൻസ് സജീവമായതുകൊണ്ടാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തെഹ്റാനിൽ ബോംബിട്ടാലും അത് യുദ്ധം ചെയ്യാനുള്ള സൈന്യത്തിന്റെ കഴിവിനെ ബാധിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞതും ഇതിന്റെ സൂചനയായി കാണാം. ചുരുക്കത്തിൽ ഇറാനെ ഒരു മീറ്റ് ഗ്രൈൻഡർ ആക്കി മാറ്റാനാണ് ജഫാരി ശ്രമിച്ചത്. അതായത് ശത്രു സൈന്യത്തിന് ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ എത്ര ശക്തനായാലും ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ നാശനഷ്ടങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ഓരോ നഗരവും ഓരോ വീടും ഒരു കോട്ട പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ശത്രുവിന് വൻതോതിൽ പണവും ജീവനും നഷ്ടപ്പെടും. മുഹമ്മദ് അലി ജഫാരിയുടെ ഈ തന്ത്രം ഇറാനെ ഒരു യുദ്ധത്തിൽ വിജയിപ്പിക്കണമെന്നില്ല, പക്ഷേ രാജ്യത്തിന്റെ തോൽവി അസാധ്യമാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.